കോളിഫ്ലവറും മുട്ടയും മാത്രം മതി നല്ലൊരു അടിപൊളി തോരൻ തയ്യാറാക്കാം. കോളിഫ്ലവർ വെച്ച് നല്ലൊരു തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കോളിഫ്ലവറും മുട്ടയും മാത്രം മതി നല്ലൊരു അടിപൊളി തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒറ്റ തിരിച്ചെടുക്കാം. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് മഞ്ഞളും കല്ലുപ്പും ഇട്ട് ഒന്ന് മുക്കി വയ്ക്കണം. ഒരു അരമണിക്കൂർ മുക്കി വയ്ക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും. ഇത് ഫ്ലവറാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രാണികളും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ചത്തുപോകുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കോളിഫ്ലവർ ഇതുപോലെ പൊട്ടിച്ചിടാം. ആദ്യമേ തന്നെ ഇതിങ്ങനെ മുറിച്ച് കളയാം. ഇത് നല്ല ഹെൽത്തി വെജിറ്റബിളാണ്. ഇത് നമ്മൾ അതുപോലെ ട്രീറ്റ് ചെയ്ത് കഴിച്ചാൽ മതി. നമ്മൾ വീട്ടിൽ തന്നെ കോളിഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, നമുക്ക് വിശ്വാസമായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ചെറിയ ഫ്ലവറായിട്ട് ഇതൊക്കെ ഓരോ ഫ്ലവറുകളാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും. അതിന് നമ്മളിങ്ങനെ ചൂടുവെള്ളം ഉപ്പും കൂടി ഇട്ടിട്ട് മുക്കി വയ്ക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒറ്റ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ചൂടുള്ള വെള്ളം മഞ്ഞളും കല്ലുപ്പും കൂടി ഇട്ട് ഒരു അരമണിക്കൂർ വയ്ക്കാം. മഞ്ഞൾപ്പൊടി കല്ലുപ്പും കുറച്ചിട്ടും ഇനി ചൂടുള്ള വെള്ളം ഇതൊന്ന് അരമണിക്കൂർ മുക്കി വയ്ക്കും. ഇതുപോലെ മുക്കി വയ്ക്കണം. ഈ ഭാഗത്തായിട്ടാണ് വരാൻ പുഴുക്കേട്. അരമണിക്കൂറിന് മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രാണികളൊക്കെ ചത്ത് പൊന്തിപ്പൊക്കോളും. അപ്പോൾ നമുക്ക് കാണാതെ. അതിന് ശേഷം നമുക്കിത് നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് കൊണ്ടുവരാം. ഇതുപോലെ ചെറുതായിട്ട് അരിയണം. ഇത് ഞാൻ ഇപ്പോൾ കത്തി കൊണ്ടാണ് അരിഞ്ഞുള്ളത്. അല്ലെങ്കിൽ പിന്നെ ചൂടാറിയതിന് ശേഷം വെള്ളം വാലാൻ വെച്ച് മിക്സിയുടെ ജാറിലിട്ട് ബാക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ കത്തി എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം. തീരെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല. മിക്സിയിൽ അങ്ങനെ ജസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ബാക്കിലേക്ക് അടിക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ പിന്നെ കട്ടിങ് മെഷീനിലിട്ടിട്ട് കട്ട് ചെയ്ത് കൊണ്ടാലും മതി. ഇതിപ്പോൾ ഞാൻ ഐസായിട്ട് ചെറുതായി കത്തി കൊണ്ട് എടുത്തിട്ട് അരിഞ്ഞു കൊണ്ടതാണ്. ഇനി നമുക്ക് ഒരു വലിയ സബോളയും 5-6 പച്ചമുളകും വേണം. പച്ചമുളക് നല്ല കനം കുറച്ചിങ്ങനെ അരിയാം. ഒരു 6 പച്ചമുളക് ഇങ്ങനെ അരിയാം. പച്ചമുളക് ഒരു 6 എണ്ണം അരിഞ്ഞതിനത്. സവോള അരിയാം. വലിയൊരു സവോള എടുത്തിട്ടുണ്ട്. ചെറുതാണെന്ന് വെച്ചാൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ ഒരു പോർഷൻ കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തിക്ക് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മൂക്ക് ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞാൽ മതി. ഇതിവിടെയും കൂടി ചെത്തി കഴിഞ്ഞ് ഇങ്ങനെ നുറുക്കി കഴിഞ്ഞാൽ ചെറിയ പീസുകളായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഏത് തോരൻ തയ്യാറാക്കുമ്പോഴും നമ്മൾ അരിഞ്ഞിട്ട ഇതിപ്പോൾ കോളിഫ്ലവർ ചെറുതായിട്ടാണല്ലോ അരിഞ്ഞുള്ളത്, അതുപോലെ തന്നെ ആ ഒരു വലുപ്പം നമ്മൾ കീപ്പ് ചെയ്യണം. സവോള അരിയുമ്പോഴും പച്ചമുളക് അരിയുമ്പോഴും ഒക്കെ. മൂന്ന് മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറിയിൽ പച്ചമുളക് ചേർത്തുണ്ടല്ലോ നല്ലോണം. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി നമ്മൾ ചേർക്കണം. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ആദ്യം കടുക് താളിച്ചിട്ട് വേണം കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് വെന്തതിന് ശേഷം വേണം നമ്മൾ ഈ മുട്ട അടിച്ചിട്ട് ചേർക്കാനായിട്ട്. ഇനിയൊരു പാത്രം വെച്ച് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം കടുക് താളിച്ചിട്ട് വേണം നമുക്ക് കോളിഫ്ലവർ ഇടാനായിട്ട്. വെളിച്ചെണ്ണ ചൂടായതുകൊണ്ട് ഇനി നമുക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടി ചേർക്കാം. പിന്നെ വേപ്പില. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള അതുപോലെ പച്ചമുളകും ചേർക്കാം. അതൊന്ന് വഴന്ന് വരണം. ജസ്റ്റ് ഒരു വഴക്കൽ മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പൊരു നുള്ളു ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടിക്കോളും. ഇതുപോലെ സവോള ഒന്ന് വഴന്ന് വരട്ടെ.
സവാളയും പച്ചമുളകിൻ്റെയും പച്ചപ്പ് ഒന്ന് മാറിയാൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുക്കാം. ഇപ്പം നമ്മൾ നല്ല ചൂടുവെള്ളത്തിലിട്ട കാരണം പകുതി വേവ് അപ്പം തന്നെ അതിൻ്റെ ഉപ്പും മഞ്ഞളും വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ആ ഒരു ഉപ്പും ചിലപ്പോൾ കുറച്ച് ഇത്തിരി കയറി ഉണ്ടാവും. അനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ട് ഇനി നമ്മളിതിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കാം. നമ്മൾ മുട്ട ഒന്ന് ചിക്കി പൊരിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുക ഇവിടെ സെൻറ്ററിൽ. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാം. ഉപ്പും കുരുമുളകും പൊടി ഇട്ട് ഒരു 3 മുട്ട നമ്മളിതുപോലെ ചെയ്ത് വെച്ചിട്ട് ഇനി അതിലേക്ക് ചേർക്കാം. അപ്പോൾ വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമില്ല. ഈ പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നാൽ മതി മുട്ട. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം എല്ലാം കൂടിയിട്ട്. അപ്പം നമ്മുടെ കോളിഫ്ലവർ തോരൻ പെട്ടെന്ന് തന്നെ തയ്യാറാവും. ഇതൊന്നും കൂടി ഒന്ന് ക്രിസ്പി ആവണം. അല്ലെങ്കിൽ പിന്നെ വേറൊരു പാനിൽ വെച്ച് നമ്മൾ മുട്ട തന്നെയാക്കി ആക്കണം. ഇങ്ങനെ വെച്ചാലും അതിൻ്റെ ഒരു സെയിം ടേസ്റ്റ് തന്നെ കിട്ടാം. എന്നിട്ട് ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് ചിക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതെല്ലാതും ഇതേ മുട്ടയ്ക്ക് പാകമായിട്ട് ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് ശേഷം തീ ഓഫ് ചെയ്യാം. ഹൈയിലിനിട്ടുള്ള നല്ലോണം ഒന്ന് ആവി വന്നിട്ട് തീ ഓഫ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.